LPG ക്ഷാമം പതിറ്റാണ്ടുകളായി സൗജന്യ ഭക്ഷണ വിതരണം ചെയ്യുന്ന കോഴിക്കോട് സായി മിഷൻ പ്രവർത്തനത്തെയും ബാധിച്ചിരിക്കുകയാണ്. പ്രഭാത ഭക്ഷണ വിതരണം നിർത്തിവെക്കേണ്ടി വരികയാണ്. ചോറ് പാചകം വിറകടുപ്പിലേക്ക് മാറ്റിയിരിക്കുന്നു. ആവശ്യത്തിന് വിറകും ലഭിക്കാത്ത അവസ്ഥയാണെന്ന് സായി മിഷൻ പ്രവർത്തകർ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രതിസന്ധി എല്ലായിടങ്ങളിലും വ്യാപിക്കുകയാണ്. LPG പ്രതിസന്ധി ഹോട്ടലുകളെയും ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളെയും ഒക്കെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനമായും ഇപ്പോൾ കമ്മ്യൂണിറ്റി കിച്ചണുകൾ, പ്രത്യേകിച്ചും കോഴിക്കോട് സായി കേന്ദ്രം, അവിടെ എല്ലാ ദിവസവും ഏകദേശം 400ഓളം പേർക്ക് സൗജന്യമായി ഭക്ഷണ വിതരണം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. സമൂഹത്തിൽ ഏറ്റവും പാവപ്പെട്ട മനുഷ്യർ, അനാഥരായി നിൽക്കുന്ന റോഡരികിലൊക്കെ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത ആളുകൾ, ഇവർക്കൊക്കെ സൗജന്യമായി ഭക്ഷണം വിതരണം നൽകുന്ന കേന്ദ്രമാണ് ഈ സായി കേന്ദ്രം, അല്ലേ? ഇവിടെ എങ്ങനെ ബാധിച്ചിരിക്കുന്നത് ഈ LPG? ഇവിടെ 10-14 കുറ്റി ഗ്യാസോളം ഇന്നലെ വരെ ഉണ്ടായിരുന്നു, നമുക്ക് സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ മുതൽ അത് തീർന്നു. അപ്പോൾ ഞങ്ങൾ വിറകിനെ ആശ്രയിക്കുന്നത്. ഇപ്പോൾ വിറകിനെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ ഇന്നലെ മെനയാന്ന് രാവിലെ പോയിരുന്നിട്ട് വൈകുന്നേരം നമുക്കൊരു ലോഡ് വിറക് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ മുകളിലാണ് ഇന്നിപ്പം മുന്നോട്ട് പോകുന്നത്. അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണുള്ളത്. ഇതിപ്പോൾ വളരെ പാവപ്പെട്ട ആളുകളാണ് ഇവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്നത്. ഇപ്പോൾ ചില ഹോട്ടലിൽ പോലും പോയി ഭക്ഷണം കഴിക്കാൻ സ്ഥിതി ഇല്ലാത്ത ആളുകളാണ് ഇവിടെ. സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ആളുകളാണ് വരുന്നത്. അപ്പോൾ അത് മുടക്കാതൊക്കെ വേണ്ടി ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ LPG ഗ്യാസ് ഞങ്ങൾക്ക് വളരെയധികം ബാധിക്കുന്നുണ്ട്. എത്ര പേർക്ക് ദിവസം ഇവിടെ 400 പേരോളം ഭക്ഷണം കഴിക്കുന്നുണ്ട് ദിവസം. നിങ്ങൾക്ക് ഗ്യാസ് കിട്ടുന്നില്ല, വിറകിനും ക്ഷാമം നേരിടുന്നുണ്ട്. വിറക് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് കിട്ടുന്നില്ല. പിന്നെ ഇന്നലെ വൈകിട്ടാണ് കുറച്ച് ഞങ്ങൾക്ക് വിറക് കിട്ടും. ഭക്ഷണമാണോ കൊടുക്കുന്ന ആളുകൾ? ഉച്ചഭക്ഷണമാണോ? ഉച്ചഭക്ഷണമാണ്. പിന്നെ വ്യാഴാഴ്ച രാവിലെ ഭക്ഷണം ഉണ്ടാവാറുണ്ട്, പ്രഭാത ഭക്ഷണം ഉണ്ടാവാറുണ്ട്. പ്രവർത്തനം തടസ്സപ്പെടുന്ന അവസ്ഥയിൽ അങ്ങനെ പ്രഭാത ഭക്ഷണം ഇന്നലെ വ്യാഴാഴ്ച ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ അത്രയും വർഷങ്ങളായിട്ട് 10-18 വർഷമായിട്ട് ഞങ്ങൾ തുടർന്ന് പോകുന്ന ഒരു സംഭവമാണ്. ഒരു ഓണം വിഷു അങ്ങനെ ആണ്ടത്തേക്ക് പോലും ഞങ്ങൾ നിർത്തില്ല, സ്ഥിരമായിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് വ്യാഴാഴ്ച മുടങ്ങി. കൊറോണയുടെ ആ സമയത്താണ് ഇതിൻ്റെ മുമ്പ് ഒരു മുടക്കുണ്ടായത്. വളരെ കണ്ടിന്യൂ ആയിട്ട് മുന്നോട്ട് പോകുന്ന കാര്യങ്ങളാണ്. ഉച്ചഭക്ഷണവും തടസ്സപ്പെടുന്ന ആശങ്ക ഉണ്ടോ? എന്താണ്? തീർച്ചയായിട്ടും ആശങ്കയുണ്ട്. ഇപ്പോൾ വിറകിനും കൂടെ കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ വളരെ ആശങ്കയിലാണ്. ഇപ്പോൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളൊരു പ്രയാസത്തിലാണ് ഞങ്ങൾ. തീർച്ചയായും അത് ഗുരുതരമായ സാഹചര്യം തന്നെയാണ്. അതായത് സമൂഹത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളുകൾ ഭക്ഷണം അങ്ങനെ നേരിട്ട് ഹോട്ടലുകളിൽ നിന്നും വാങ്ങി കഴിക്കാൻ പ്രയാസമുള്ള ആളുകളാണ് ഇവിടെ എത്തുന്നത്. അവർക്ക് ഭക്ഷണ വിതരണം മുടങ്ങുമോ എന്നൊരു ആശങ്ക നിൽക്കുന്നുണ്ട്. ആളുകൾ ഇപ്പോൾ ഉച്ചഭക്ഷണം നടക്കുന്ന സമയമാണ്. ആളുകൾ വരിവരിയായി നിന്ന് ഭക്ഷണം വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ഗൗരവത്തിലുള്ളത് ഇത് തന്നെയാണ്. ഇത്തരം കേന്ദ്രങ്ങളിലെങ്കിലും ഇന്ധനം, പ്രത്യേകിച്ചും സിലിണ്ടറില്ലെങ്കിൽ പോലും വിറകെങ്കിലും കൃത്യമായി ലഭ്യമാക്കാൻ വേണ്ടി നമ്മുടെ സംവിധാനങ്ങൾ, സർക്കാർ സംവിധാനങ്ങളെങ്കിലും ഇടപെടുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ ഏറ്റവും ദരിദ്രരായ പാവപ്പെട്ട മനുഷ്യരുടെ അന്നം മുട്ടുന്ന സ്ഥിതി ഉണ്ടാവുകയും ചെയ്യും. അരുൺ കിഷോറിനൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.